ദിക്ർ ചൊല്ലുക എന്നതിന് പകരം ദിക്റുല്ലാഹി ദായിമ, നമ്മുടെ ദിക്റുകൾ ദായിമായി വരുന്നതിനാണ് വലിയ മഹത്വമുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലാവണില്ലേ പറയുന്നത്? ഇത് ശ്രദ്ധിക്കണം. നമ്മൾ കുറെ ദിക്റുകൾ പറഞ്ഞില്ലേ? ഈ ദിക്ർ ദായിമാക്കിയാൽ നമ്മളെ ദറജ എത്രയെന്നറിയോ? ശ്രദ്ധിക്കൊരു ഹദീസ് പറയട്ടെ. ഹബീബായ നബി തങ്ങൾ ഒരു ദിവസം സഹാബത്തിനെ വിളിച്ചുകൂട്ടി. ഹബീബായ നബി തങ്ങൾ അവരോട് ചോദിച്ചു, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും وأزكاها عند مليككم وارفعها في درجاتكم وخير لكم من أن تلقوا عدوكم فتضربون أعناقهم ويضربون أعناقكم وخير لكم من أن تنفقوا الذهب والفضة. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഏതാനും ദിക്റുകൾ നമ്മൾ പറഞ്ഞു തന്നില്ലേ? ഈ ദിക്ർ ദായിമാക്കിയാൽ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടവും ലാഭവുമാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം സഹാബികളെ വിളിച്ചു കൂട്ടി മുത്തുനബിയുടെ ചോദ്യം, അലാ ഉനബ്ബിഉകും, സഹാബ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? ശ്രദ്ധിക്കണം, ഈ പറയുന്നത് ശ്രദ്ധിക്കണം. സഹാബ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? ബിഖൈരി അഅമാലികും, നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ഖൈറായ അമൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ഖൈറായ അമൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? വഅസ്കാഹാ ഇൻദ മലീകികും, നിങ്ങളുടെ യജമാനനായ ഇലാഹായ റബ്ബിന്റെ അടുക്കൽ നിങ്ങളെ ഏറ്റവും പരിശുദ്ധരാക്കുന്നൊരു അമൽ. വഅർഫഇഹാ ഫീ ദറജാതികും, അമലുകളിൽ നിങ്ങളുടെ ദറജയെ എത്രയും പെട്ടെന്ന് ഏറ്റവും ഉയർത്തുന്നൊരു അമൽ. വഖൈറുൽ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതളിരിബൂന അനാഖഹും ഫയളിരിബൂന അനാഖകും, നിങ്ങൾ യുദ്ധത്തിന് പോയി ശത്രുക്കളെ കണ്ടുമുട്ടി അവരോട് നിങ്ങൾ ഫൈറ്റ് ചെയ്തു, അവർ നിങ്ങളോടും ഫൈറ്റ് ചെയ്തു. അങ്ങനെ നിങ്ങൾ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഖൈറായൊരു അമൽ. വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ ഫില്ല, സ്വർണവും വെള്ളിയുമൊക്കെ ദാനം ചെയ്യുന്നതിനേക്കാൾ ഖൈറായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹോദരാ ശ്രദ്ധിക്കണേ, സഹോദരി ശ്രദ്ധിക്കണേ. സഹാബത്ത് ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണ്. അല്ലാഹ് എത്ര വലിയൊരു അമലിനെ കുറിച്ചാണ് ഹബീബായ നബി തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്? എന്തായിരിക്കും അത്? എന്ത് അമലിനെ കുറിച്ചായിരിക്കും മുത്ത് റസൂൽ പറഞ്ഞു തരുന്നത്? കേൾക്കാൻ ആകാംക്ഷയോടെ ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണ്. ഉടനെ ഫഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ്. ആ അമലേതാണെന്നറിയണ്ടേ? ദിക്റുല്ലാഹി ദായിമാ. എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണേ. ദിക്റുല്ലാഹി ദായിമാ. ദിക്റുല്ലാഹി എന്ന് പറഞ്ഞു നിർത്തിയില്ല. നിങ്ങൾ ദിക്ർ ചൊല്ലലാണെന്ന് പറഞ്ഞു നിർത്തിയില്ല. ഏറ്റവും ഖൈറായ അമൽ, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ഏറ്റവും പരിശുദ്ധരാക്കുന്ന അമൽ, നിങ്ങളുടെ ദറജയെ ഏറ്റവും ഉയർത്തുന്ന അമൽ, നിങ്ങൾ യുദ്ധത്തിന് പോയി യുദ്ധം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലത്തേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന അമൽ, നിങ്ങൾ സ്വർണവും വെള്ളിയും ദാനം ചെയ്താൽ അതിന് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന അമൽ. ദിക്ർ ചൊല്ലലാണെന്ന് പറഞ്ഞു നിർത്തിയോ? നിർത്തിയില്ല. പിന്നെയോ ദിക്റുല്ലാഹി ദായിമാ, അത് ദായിമായി നിങ്ങൾ ചൊല്ലുന്ന ദിക്റാണ്. എല്ലാ ദിവസത്തിലും ചൊല്ലുന്ന ദിക്റാ. ഒരല്പമാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഇത് ദായിമായി നമ്മളിൽ ഉണ്ടാവണം. പ്രധാനപ്പെട്ട ഏതാനും ദിക്റുകൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അതിന്റെ ദിക്റും ദുആയും കഴിഞ്ഞ് അല്ലാഹുമ്മ മാസ്ബഹ ബി മിൻ നിഅമ
ഔ ബിഅഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദു വലകശ് ശുക്ർ. അതൊരു തവണ, കഴിയുമെങ്കിൽ 3 തവണ. اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور. ഒരു തവണ, കഴിയുമെങ്കിൽ 3 തവണ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഇത് 3 തവണ അങ്ങനെ തന്നെ മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. 3 തവണ. ഇത് 3 തവണ. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിമ്മാ ഇൻദക വഅഫിൽ അലയ്യ മിൻ ഫളിക വൻശുർ അലയ്യ മിൻ റഹ്മതിക വഅൻസിൽ അലയ്യ മിൻ ബറകാതിക. 3 തവണ. പിന്നെ യഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം 3 തവണ ഓതിയിട്ട് സൂറത്തുൽ ഹശ്റിലെ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ തുടങ്ങിയ അവസാനം വരെ 1 തവണയെങ്കിലും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെയോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് കഴിഞ്ഞൊരൽപ്പ തവണ, ഒരൽപ്പം ആവുന്നത്ര അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതിൻ്റെയൊക്കെ എണ്ണം നമ്മൾ ക്ലിപ്തമാക്കേണ്ടത് അവനാന്റെ വീട്ടിലുള്ള സാഹചര്യത്തിനനുസരിച്ചാണ്. അപ്പോൾ ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. പിന്നെ നമ്മളെ ടെൻഷനും കടങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ കണ്ട് തീർന്നു കിട്ടാൻ വേണ്ടി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വകഹരിർ റിജാൽ. 1 തവണ, സമയമുണ്ടെങ്കിൽ 3 തവണ. പിന്നെയോ മുഅ്മിനെ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. 1 തവണ, സമയമുണ്ടെങ്കിൽ 3 തവണ. അത് കഴിഞ്ഞ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഓരോരുത്തരുടെയും സമയലബ്ധിക്കനുസരിച്ച് എണ്ണം തീരുമാനിക്കാം. 11, 21, 33, 44, 66, 101 നിങ്ങളുടെ സമയലബ്ധിക്കനുസരിച്ച് എണ്ണം ക്ലിപ്തമാക്കാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ദിവസത്തിൽ 40 തവണയെങ്കിലും ചൊല്ലാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. പിന്നെയോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എണ്ണം നമ്മളുടെ സമയത്തിനനുസരിച്ച്.
പിന്നെ ഒരു ദിക്റും കൂടി പറയട്ടെ, നമ്മളുടെ മീസാനിൽ ഭാരം വല്ലാതെ വർദ്ധിപ്പിക്കുന്ന ഒരു ദിക്റ്. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി അലൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അല്ലാഹ്. കലിമത്താനി രണ്ടു വചനങ്ങൾ, അത് ഖഫീഫത്താനി അലൽ ലിസാൻ. നാവിന് എത്ര എളുപ്പമാണത് ചൊല്ലാൻ. ചില ദിക്റുകളൊക്കെ ചൊല്ലാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. മലയാളത്തിൽ തന്നെ ചില പദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കാൻ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇത് വളരെ സിമ്പിളാണ്, ആർക്കും എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയും. എന്നാൽ നാവിന് സിമ്പിളാണെന്ന് കരുതി അത് മീസാനിൽ ഭാരം കുറയുമെന്ന് കരുതിയോ? ഇല്ല. മീസാനിൽ നല്ല ഭാരമുണ്ടാക്കുന്ന ദിക്റാണ്. അതോടൊപ്പം ഹബീബത്താനി ഇലർ റഹ്മാൻ, അത് രണ്ടും അല്ലാഹുവിന് വലിയ ഇഷ്ടാണ്. ചൊല്ലുന്നവർ അല്ലാഹുവിന്റെ ഹബീബായി മാറും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമീൻ പറഞ്ഞേക്ക് അള്ളാന്റെ ഇഷ്ടം സമ്പാദിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇതാണ് വചനം. അത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറഞ്ഞ ദിക്റുകളൊക്കെ ദിവസം കൊണ്ട് നമ്മൾ അതിൻ്റെ അർത്ഥവും ഫളായിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുഅ്മിനീങ്ങളെ, നിങ്ങളത് ശീലിക്കണം, അത് ചൊല്ലണം, അതിൻ്റെ ആളായി മാറണം. അത് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലിയാൽ അതുതന്നെയാണ് ദിക്റുല്ലാഹി ദായിമാ, ദിക്റുല്ലാഹി ദായിമാ. ദൈനംദിന ജീവിതത്തിൽ ചൊല്ലി വരുന്ന ദായിമായ ദിക്റു രക്ഷപ്പെടും. ഈ മജ്ലിസ് മുതലാവും പറഞ്ഞതിനൊക്കെ ഒരു ഫലം ഉണ്ടാവും. ആഖിറത്തിലേക്ക് ഇത് വലിയ മുതൽക്കൂട്ടാക്കും. ചെയ്യൂലേ? ചൊല്ലൂലേ? ഒന്ന് പ്രതികരിക്ക്, അതിന് ശ്രമിക്കൂലേ? ഇൻഷാ അല്ലാഹ്.